പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം തിയേറ്ററിലേക്ക് എത്താണ്. അതിലെ നമ്മുടെ പുഷ്പാങ്കദനാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് പുഷ്പാങ്കദൻ? കുറെ കാലമായിട്ട് അതിനെ കുറിച്ചുള്ള ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഒരു ഇൻവിറ്റേഷൻ പോലെ എന്താണ് ശരിക്കും പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം? കുറെ ആളെ വെച്ച് വീണ്ടും കല്യാണം കഴിക്കുന്ന പോലെ ചോദിച്ചു. പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം നല്ലൊരു സിനിമ, ഒരു കുഞ്ഞു സിനിമയാണ്. വയനാട് ചിത്രീകരിച്ച ജോസേട്ടന്റെ നിർമ്മാണത്തില്, സുരേന്ദ്രമയ്യക്കന്റെ സംവിധാനത്തില് ഒരു കൊച്ചു സിനിമ. അത് തിയേറ്റർ റിലീസ് ജനുവരി 16-നാണ്. പുഷ്പാങ്കദന്റെ സ്വയംവരം എന്നാ പറയുന്നത്, കല്യാണമല്ല സ്വയംവരം. രസമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ്. അതിന്റെ രസാന്ന് പുതിയ കാലഘട്ടത്തിന്റെ സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ ബന്ധങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യമുണ്ട്. അച്ഛൻ, അമ്മ, മക്കള്, മരുമക്കള് എല്ലാം പറയുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സിനിമ. എന്റെ കഥ എന്താ? ഞാൻ പറഞ്ഞ പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളതുണ്ടോ? പറയാൻ പറ്റുമോ എന്തെങ്കിലും കഥ? അതെ, നല്ല ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഏത് കാലത്തും. അത് ഇപ്പൊ നമ്മളെ കുടുംബം ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ മാത്രമാവുന്ന ഒരു കാലം. അല്ലെ, അച്ഛൻ, അമ്മ, മക്കള് അവർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ മരിച്ചാൽ തന്നെ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് പപ്പറ ചീഞ്ഞ് കറിയിട്ടായിരിക്കും അറിയുന്നത്. അവരെല്ലാം പോയിട്ടുണ്ടാവും ഒരാളെ ആക്കിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പത്രത്തിലമ്മ വായിക്കുന്നതാണ്. അപ്പൊ ഇത് ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം എല്ലാവരും വേണം. ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അകന്നു പോയവരിൽ ഒന്ന് ഒന്നിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതാ സിനിമ നല്ലതാവും, മോശമാവില്ല. കുഞ്ഞു സിനിമയാണ്, അങ്ങനെ ഭയങ്കര സിനിമയല്ല. ഇപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ ചെറിയ സിനിമകളാണല്ലോ. തീർച്ചയായും. എത്ര സിനിമയായി? 19 സിനിമ ഞാൻ ചെയ്തു. ഏകദേശം എല്ലാ മലയാള സിനിമയിലെ പ്രശസ്ത ഡയറക്ടറെ കീഴിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ ഷൂട്ടിന്റെ ഇടയിൽ ഇല്ല തന്നെ റൺ മാമ റൺ എന്ന് പറഞ്ഞ വലിയ ഗംഭീര പടാന്ന്. അതിൽ മുഴുനീളെ വേഷം ചെയ്തുകൊണ്ട് നമ്മുടെ സുരാജേട്ടന്റെ വലിയൊരു സിനിമയാണ് അത്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ലേ, ഞാൻ പറഞ്ഞ മുഴുനീളാന്ന് പറഞ്ഞു. പുതിയ സിനിമ പറയാൻ പറ്റില്ല. അത് വലിയൊരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ്, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രൻസ്, ബാബുരാജ്, കോട്ടൻ നസീർ, വിജയരാഘവൻ, ഒരുപാട് ആർട്ടിസ്റ്റിന്റെ ഒരു പടമാണ്. അതിന് കുഞ്ഞു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞല്ല, ഇതിലെ വേഷം. അതിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിയില്ലേ പറയാൻ. അപ്പൊ നല്ല സിനിമയാണ്. നിങ്ങളെ മറമാൻ ടീമിന്റെ സിനിമ ഇറങ്ങി. ഇറങ്ങി. പിന്നെ അതുപോലെ അവിഹിതം എന്ന് പറഞ്ഞ ഒരു പടം ഇപ്പൊ ഇറങ്ങി. ശ്രദ്ധിക്കപ്പെട്ടു. മെയിൻ വേഷമാണ് ചെയ്തത്. അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. മാത്രം അത് ഭയങ്കരമായിട്ട് പുറത്ത് തിയേറ്ററിൽ ഓടിയിരുന്നു, OTT ഉണ്ടായിരുന്നു, അല്ലെ സാറ്റലൈറ്റ് ഏഷ്യാനെറ്റ് എടുത്തിരുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു സിനിമ. പിന്നെ ഭയങ്കര അഭിപ്രായം വന്നില്ല. സെന്നാക് ഡസാറിന്റെ ഗംഭീര പടം. അതിലൊക്കെ രസകരമായ ഒരു വേഷം ചെയ്യാൻ പറ്റി. വലിയ പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ഷനാണ്. അതെ, തീർച്ചയായും. എന്തായാലും സന്തോഷം പ്രിയപ്പെട്ടവരെ. ഇപ്പോഴും അജീഷ് ചേട്ടൻ എന്നാണ് പലവരുടെയും ഇപ്പോഴും ആ ഒരു അല്ലേ, പലവരുടെ മനസ്സിൽ അജീഷ് ചേട്ടൻ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അഖിലേഷ് ചേട്ടൻ. ഇപ്പൊ ഞാൻ നടന്നേ ഏലക്കായിട്ട് ഒരു ചായ വേണം എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. പെട്ടെന്നൊക്കെ ഞെട്ടിപ്പോയി. ഇത് ഒരു 7 വർഷമായി പിന്നെ പടം ഇറങ്ങിയിട്ട്. ആൻഡ്രോയിഡ് കുഞ്ഞിപ്പോ. അപ്പൊ അയാളെ മനസ്സിൽ ഇപ്പം ഞാനുണ്ട്. ആ ചായ അടിക്കാൻ ആകെ ചെറിയ സീനാ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ. ഇപ്പൊ അഖിലേഷ് ചേട്ടന് 12 സെക്കൻഡാണ് ആകെ ഇല്ലത്. ഒറ്റ ഡയലോഗ് വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില ചായ ഇങ്ങനെ ഇപ്പൊ തൊണ്ടിമുതലെ കവി, രാജേഷ് അമ്പത്ത്, അങ്ങനെ ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. അത് പ്രേക്ഷകൻ തരുന്നൊരു സ്നേഹമാണ്. അവര് നമ്മുടെ എപ്പോഴും സ്നേഹ. ഇപ്പൊ കുറെ പേരുടെ കൂടെ അഭിനയിച്ചില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ ഏതെങ്കിലും നടന്മാരുടെ, സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ ഇനി മോഹം ബാക്കി നിൽക്കുന്ന ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? അങ്ങനെയൊന്നുമില്ല. മോഹങ്ങളും ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഒരു യാത്രയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ. പ്ലാനിംഗ് ഒന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല, എല്ലാം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അങ്ങനൊന്നും ആഗ്രഹിക്കില്ല. ചില കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും, അപ്പോൾ അത് ചെയ്യും. അത് ചില നിമിത്തങ്ങൾ പോലെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. കുഴപ്പമില്ല. ടീമിന്റെ ഒരു സിനിമ ഇനി വീണ്ടും തീർച്ചയായും ഉണ്ടാവും. ആ മറിമാനത്തിന്റെ പുതിയ സിനിമ ഉണ്ടാവും എന്തായാലും. മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, അതുപോലെ സലീം ഹുസൈൻ, ആ ടീം ഒരു ഗംഭീര പടം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മറിമാനത്തിന്റെ എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ആക്ഷേപത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നത്. ഇടക്കാലത്ത് ഈ പറഞ്ഞ പോലെ മീഡിയനൊക്കെ, ഒരു ഓൺലൈൻ മീഡിയനൊക്കെ ഒരു കളയിക്കുള്ള സാധനങ്ങൾ, അതിലും കുറച്ച് വിമർശനങ്ങളൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ, അതുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതോ? ഇല്ല, അതില്ല. അതിങ്ങനെ വരും. അവര് നമ്മുടെ പലതും ഞാൻ ഇപ്പൊ മീഡിയയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പിന്നെ ഇലക്ഷൻ വോട്ടിന്റെ ചെയ്യുമ്പോൾ മീഡിയാസൊക്കെ വന്ന് ഭയങ്കര ഇതാക്കി, അത് പിന്നെ കട്ടിങ് ആക്കിയിട്ട് ചില സാധനമെല്ലാം പോയി. പക്ഷെ അത് നമ്മളത് ഒരു ഭാഗം അവരെ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നന്മകൾ മാത്രമാണ് പ്രതീക്ഷിച്ചു പോകുന്നത്, വേറൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും പിന്നെ പ്രേക്ഷകൻ അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കണം, ഇരിക്കണം, എന്ത് ചെയ്യണം. അവരില്ലെങ്കിൽ നമ്മളില്ല. അവർക്ക് നമ്മളെ കാര്യമാണ്.
നമ്മളറിയാം, ഉണ്ണി അറിയുന്നില്ല അറിയാം. അപ്പം അവരെന്ന സ്നേഹം തന്നെയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ചാനലിൽ പോയി നിൽക്കാൻ പറ്റും. നിങ്ങൾ പണ്ടെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പൊ എന്തായാലും പുഷ്പാങ്കദൻ ഈ പറഞ്ഞ പോലെ ഒന്നാം സ്വയംവരം തകർക്കട്ടെ, സ്വീകരിക്കട്ടെ. അപ്പൊ പ്രേക്ഷകരോട് ഒന്നുകൂടി എന്താണ് പറയാനുള്ളത്? ഏറെ സ്നേഹം, സന്തോഷം പ്രിയപ്പെട്ടവരെ. ജനുവരി 16 പുഷ്പാങ്കദൻ ഒന്നാം സ്വയംവരം തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ ഉണ്ട്. നിങ്ങൾ സമയം കിട്ടി എന്തായാലും പോയി കാണണം. നിങ്ങൾക്ക് അത് ഇഷ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ. ഓക്കെ, അപ്പോൾ സ്നേഹത്തോടെ.